ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വക ഹൃദയം നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുകയാണ്. ഈദ് മുബാറക് നേരുകയാണ് നമ്മൾ. അപ്പോൾ നമ്മൾ രാവിലെ പള്ളിയിലൊക്കെ പോയി വന്നു, പിന്നെ ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും ഇന്ന് വെള്ളിയാഴ്ച കൊണ്ട് ജുമ കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ജുമാ നമസ്കാരം കഴിഞ്ഞ് ഇപ്പം ഞാൻ വീട്ടിലെത്തിയിട്ടുള്ളൂ. ഞാനും വാപ്പായും റമിയൊക്കെ വീട്ടിലെത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ വീട്ടിൽ വന്നതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ വ്ലോഗ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കുഞ്ഞ് സുന്ദരി പെണ്ണിൻ്റെ ആദ്യത്തെ പെരുന്നാളാണ്. അപ്പോൾ കുഞ്ഞ് സുന്ദരി ഇതാ ഇവിടെ പോയൊക്കെ വെച്ച് കരിയൊക്കെ എഴുതി തുണിയും കുപ്പായൊക്കെ ഇട്ടിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും പെരുന്നാൾ ഡ്രസ്സാണ് കേട്ടോ അത്. അപ്പോൾ മാമൻ്റെ കുട്ടി ഇവിടെ ഉണ്ട് കേട്ടോ, അസു ഇവിടെ ഉണ്ട്. ഇവർ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഇവനും ഇവിടെ ഉണ്ടായിരുന്നു. ഇതാണ് ഉമ്മാൻ്റെ പെരുന്നാൾ ഡ്രസ്സില്ലേ, ഇത് ഉമ്മാൻ്റെ പെരുന്നാൾ ഡ്രസ്സ്. ഇത് ചക്കരൻ്റെതൊക്കെ അന്ന് നമ്മൾ കാണിക്കാൻ പറ്റിയില്ല, അവിടെ കടയിൽ തിരക്കായതുകൊണ്ട് നമുക്ക് അന്ന് കാണിക്കാൻ പറ്റിയില്ല. നമ്മൾ പറഞ്ഞു പെരുന്നാളിൻ്റെ അന്ന് ഡ്രസ്സൊക്കെ എടുത്ത് വരാമെന്ന്. എൻ്റെത് ഞാൻ കാണിച്ചില്ല. ഇതാണ് കേട്ടോ എൻ്റെ ഡ്രസ്സ്. ഇതും വൈറ്റ് മുണ്ടും. ചക്കരൻ്റെത് ഈ ഡ്രസ്സാണ്. ആരുടെ ഡ്രസ്സാണ് ഇഷ്ടപ്പെട്ടത്? വാപ്പ എവിടെയമ്മ? വാപ്പ ഉള്ളിലിരിക്കാണില്ലേ, വാപ്പയെ നമുക്ക് വിളിക്കാം. എൻ്റെ സുന്ദരിൻ്റെ ഡ്രസ്സ് നോക്കാം. സുന്ദരി ഡ്രസ്സ് എങ്ങനെയുണ്ട്? ഇട്ടപ്പോൾ അടിപൊളി. അതാ മൈലാഞ്ചി നോക്ക്. മൈലാഞ്ചി ഇട്ടല്ലോ നമ്മള്, മൈലാഞ്ചി ഇട്ടല്ലോ. ഇത് ഞാൻ ഇട്ട് കൊടുത്താണേ. നോക്കട്ടെ, ഇതാണ്. ഇത് ഞാൻ ഇട്ട് കൊടുത്താണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് എങ്ങനെ ഉണ്ട് എന്ന്. രസമല്ലേ? ഇത് ചക്കര ഇട്ടത് കണ്ടോ, ഇത് ചക്കര ഇട്ടത്. മറ്റത് ഞാൻ ഇട്ട് കൊടുത്തത്. നമുക്കും പറ്റും ഇതൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊക്കെ കണ്ടിട്ട് ആർക്കെങ്കിലും ഇട്ടിടണമെന്ന് പറഞ്ഞാൽ വിളിക്കരുത്. അങ്ങനെയൊന്നും എനിക്ക് വരാൻ പറ്റില്ല ചക്കരേ. അല്ല ഞാൻ പറയണം, ആ ഡിസൈൻ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇന്നാരും അങ്ങനെ വിളിക്കരുത്, എനിക്ക് വരാൻ പറ്റില്ല. ഓക്കെ, തമാശ അറിഞ്ഞാണ്. അതെ 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 അതെ. കൊറേ നേരം ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോ എടുക്കാനൊക്കെ പോസ് ചെയ്തു. ഇടയ്ക്കൊക്കെ കോള് മാറുമ്പോ എന്ത് ചെയ്യും, അങ്ങോട്ട് കരയും. സ്വഭാവം മാറാൻ തുടങ്ങില്ലേ? അതെ 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 അതെ, ഡിമാൻഡുള്ള ആളാണേ, ഡിമാൻഡുള്ള ആളാണേ. ഏത് ഉറക്കം വരികയാണ്. വാപ്പാന്റെ പെരുന്നാൾ കോടി ഈ ഷർട്ടും ഒരു മുണ്ടുമാണ്. മുണ്ടാകുമ്പോ മാറ്റിയാ പള്ളിയിൽ പോയിട്ട് മാറ്റിയതാണ് അല്ലേ? ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് മാറ്റിയത് അല്ലേ? ചക്കര എടുത്താ? നിങ്ങളെ കപ്പിൾ ഫോട്ടോ എടുത്തുല്ലേ? അത് ശരി, നിങ്ങളെ കപ്പിൾ ഫോട്ടോ ഒക്കെ അപ്പോഴേ എടുത്തില്ലേ? ഓക്കെ. അപ്പോൾ റമീസ് എവിടെയെന്ന് നോക്കിയെങ്കിൽ ഗൈസ്, റമീസ് ഫ്രണ്ട്സിനൊപ്പം പെരുന്നാളൊക്കെ ആയിട്ട് എങ്ങോട്ടോ പുറത്തോട്ട് പോയിരിക്കുകയാണ്. റമീസ് ഇപ്പൊ വരും. അപ്പാപ്പാടെ അടുത്ത് പോയിക്കോ, അപ്പാപ്പാടെ അടുത്ത് പോയിക്കോ, അപ്പാപ്പാടെ അടുത്ത് പോയിക്കോ. ഭക്ഷണം കഴിക്കണ്ടേ? എന്താണ് നമ്മൾ അന്നത്തെ ഭക്ഷണം? ബിരിയാണി എന്ന് പറയരുത്, നെയ്ച്ചോറും ബീഫും അടിയിൽ വെച്ചിട്ട് അതിന്റെ മുകളിൽ ചോറിട്ടത് ബിരിയാണിയാക്കാൻ നമ്മട്ടില്ല. അല്ലല്ല, ഇനി പറയുമ്പോ മുൻകൂട്ടി പറയണം. ഇല്ലെങ്കിൽ ഇനിയിപ്പോ കാണുന്നവര് പറയും നിങ്ങളത് എന്ത് ബിരിയാണി. എന്നാ ഇത് നെയ്ച്ചോറാണ്. ഇതിന് ഇത് നെയ്ച്ചോറും ബീഫും ആണ് നമ്മളെ വീട്ടില്. അതെ, ഇവിടെ പിന്നെ പറയുമ്പോ ബിരിയാണി എന്ന് പറയും, പറയില്ല. അസു എങ്ങനെ ഉണ്ടായിരുന്നു പെരുന്നാള്? അടിപൊളി. ഫുള്ള് തക്കാത്ത് കിട്ടിയല്ലേ? അതാണ് അതാണ് അതാണ്. എനിക്ക് ഞാനും ഇങ്ങനെ പിന്നെ കുട്ടി ചെറിയ കാലത്തേ പെരുന്നാളാവാൻ വേണ്ടി നോക്കിയിരിക്കും, ചെറിയ പെരുന്നാളാവാൻ. സക്കാത്ത് കിട്ടും. ആ സക്കാത്ത് കൊണ്ടുപോയിട്ട് വേണം എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ മേടിക്കാൻ. പിന്നെ എന്താണ്, ബുക്ക്, സാധനങ്ങൾ, ചെരുപ്പ്, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മേടിക്കും നോക്കി കൂട്ടി വെച്ചിട്ട്. അതാണ്, കുട്ടികൾക്കൊക്കെ അതൊരു സന്തോഷമാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് ഭക്ഷണം കഴിച്ചാലോ? എന്നാ വരും, നമുക്ക് ഭക്ഷണം കഴിക്കാം. ചക്കര വീട്ടിൽ വിളിച്ചില്ലേ പെരുന്നാളായിട്ട്? എന്താ വിശേഷം അവിടെ? അത് ഓലെ ഫുഡൈക്കലൊക്കെ കഴിഞ്ഞ് ഓരോരുത്തർ പോവാൻ. അപ്പോ നാളെ ഇനി നമ്മൾ പെരുന്നാൾ കഴിഞ്ഞിട്ട് പോവാണില്ലേ? തമിഴ്നാട്ടിൽ ഇന്നെന്ന്? നാളെ? അവിടെ അപ്പൊ പറയാണ്ട് കാണൂല, അതാണ് കാര്യം. ഓരോ സ്ഥലത്ത് ഓരോ ഇതാണല്ലോ പറയണല്ലേ. അല്ല, ഞാൻ പറഞ്ഞ കേട്ടില്ല ചക്കരെ, നാളെ ഇനി പോവല്ലേ വീട്ടിലേക്ക്? എന്താ കൊറേ സ്ഥലത്ത് നിന്നിട്ട് പോകുമ്പോ ഒരു ബുദ്ധിമുട്ടാണല്ലേ? ഇനി കുറച്ച് ദിവസം അമ്മമ്മാന്റെ ഒപ്പം അല്ലേ എന്നെ മോളെ? അമ്മമ്മയുടെ ഒപ്പം. എനിക്ക് ഇങ്ങനെ കരി എഴുതി കൊടുത്തൂടെ ഇനി? ചോദിച്ചോക്കെ എന്തേ
അയച്ചില്ലേ ഇനി ഗുരുവായൂരില്ലേ ഏതാ സമ്മതിച്ചില്ലേ സമ്മതിച്ചില്ല അവൾക്ക് അവിടെ പോയി നോക്കിയാ കാണാം ഒരു വിരിക ഉണ്ടാവും അയ്യോ ഇതെന്തേരി ഒരു പിരിക്കുള്ളാടേ അതാ കടിക്കണേ അതാ കടിച്ചെടുക്കണ് പുതിയ ഡ്രസ്സൊക്കെ ഒന്ന് കടിച്ചെടുക്കും. ഓക്കെ എന്നാലേ നമുക്ക് വരി ഭക്ഷണം കഴിക്കാം. വരി കറിക്കുള്ളി ഭക്ഷണം കഴിക്കാം നമുക്ക്. അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫുഡ് കൂടി നമുക്ക് നോക്കാം എന്താണെന്ന്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സംഭവം ഇത് നെയ്ച്ചോറാണ് കേട്ടോ. നമ്മളിവിടെ ഇതും പിന്നെ ബീഫും കൂടി ചേർത്തുകൊണ്ട് പിടിക്കുമ്പോൾ ബിരിയാണി എന്നായിട്ട് പറയലാണ് പതിവ്. ഇത് സംഭവം ശരിക്കും നെയ്ച്ചോറ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ കറക്റ്റ് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുന്നേ ഇതേമാതിരി വീഡിയോ ഇടുമ്പോൾ ബിരിയാണി എന്ന് പറയുമ്പോൾ ആൾക്കാർ പറയും ഇത് ബിരിയാണി അല്ല നെയ്ച്ചോറ് തന്നെയാണ്, സംഭവം നെയ്ച്ചോറ് തന്നെയാണ്. അപ്പോൾ അവിടെ തന്നെ ബിരിയാണി എന്ന് പറയുന്നത് അമ്മ. അപ്പോൾ നെയ്ച്ചോറ് റെഡിയാണ്. പിന്നെ അതേ നല്ല അടിപൊളി ബീഫ് റെഡിയാണ്. പിന്നെ നോക്കട്ടെ ചിക്കൻ ഫ്രൈ റെഡിയാണ്. പിന്നെ സലാഡ് എവിടെ അമ്മ? സലാഡ് ഇവിടെ ഉണ്ട്. ഇതെന്താ ഇതിൽ സലാഡ് ഉണ്ടാവും. യെസ് സലാഡ് റെഡിയാണ് കേട്ടോ. നല്ല തൈര് സലാഡ് റെഡിയാണ്. അങ്ങനെ ഫുഡ് കഴിക്കാൻ പോവാണ് നമ്മൾ. ഭക്ഷണം കഴിക്കാം. എടുത്തമ്മ വിളമ്പിയാ അച്ചാറില്ലേ? ഉണ്ടല്ലോ, മാങ്ങ അച്ചാറുണ്ടല്ലോ. ഓക്കെ ചോറ് വന്നാ അത് കുഴപ്പമില്ല. ചക്കര നിങ്ങളവിടെ എന്താന്ന് ഫുഡ്? അവിടെ ബിരിയാണി ആവില്ലേ? പെരുന്നാളിന് ബിരിയാണി ആവുമല്ലോ, അല്ലെങ്കിൽ നെയ്ച്ചോറ്. ഇത് നെയ്ച്ചോറാവില്ലേ? അപ്പൊ നിങ്ങളെയൊക്കെ വീടുകളിൽ എന്താണെന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യും. നെയ്ച്ചോറാണോ ബിരിയാണിയാണോ എന്ത് ഫുഡാണെന്ന് ഒന്ന് കമന്റ് ചെയ്യും, നമുക്കറിയാലോ. എന്നാ വരി കഴിക്കാം. പോട്ടെ അങ്ങനെ നമ്മുടെ പെരുന്നാൾ ഏകദേശമൊക്കെ പകുതി മുക്കാലായിട്ടുണ്ട്. സമയം ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളെല്ലാവരും ഇങ്ങനെ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ വന്നു. കുഞ്ഞുമ്മായും മക്കളും അതേപോലെ പാപ്പ അമ്മച്ചിമ്മ ഇവരൊക്കെ വന്നു. പിന്നെ മാമായും വന്നായിരുന്നല്ലേ? അവർ വന്നിട്ട് പോയില്ല. അവർക്ക് ഇനി മോന് നാളെ എക്സാം ഉണ്ടല്ലേ? വരും. അവനിക്ക് എക്സാം നടക്കുകയാണ്. അപ്പോൾ നാളെ വന്നാൽ പിന്നെ ഞായറാഴ്ച പോകണ്ടല്ലോ. അല്ല ഞായറാഴ്ച സ്കൂളിൽ പോകണ്ടല്ലോ. അപ്പോൾ നാളെ എക്സാം കഴിഞ്ഞ് വരൂലേ? ശനിയാഴ്ച എക്സാം കഴിഞ്ഞ് തിരിച്ചു വരില്ലേ? വീണ്ടും പോകണം. അപ്പോൾ എന്തായാലും പെരുന്നാളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നില്ലേ? അടിപൊളി പെരുന്നാളായി. എല്ലാവർക്കും ഈദ് മുബാറക്ക്. പാപ്പ എങ്ങനെ ഉണ്ടായിരുന്നു പെരുന്നാളൊക്കെ? അടിപൊളി പെരുന്നാളായിരുന്നു. എല്ലാവർക്കും അടിപൊളി പെരുന്നാളായിരുന്നു. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു പെരുന്നാൾ? അടിപൊളിയായിരുന്നു. ഓക്കെ. ഇനി നിങ്ങളുടെ അടുത്ത് ചോദിച്ചില്ലെന്ന് വേണ്ട. നിങ്ങളെ പെരുന്നാളാ? കൊള്ളായിരുന്നു. വിമാനാണിത്. അടിപൊളിയായിരുന്നു. ഇനി നിങ്ങൾക്ക് എക്സാം അടക്കമില്ലേ? എന്ന് തീരണത്? 31 എക്സാം വരും. നിങ്ങൾക്ക് 25 തീയതി എക്സാം തീരും. ചക്കരയ്ക്ക് ചക്കരയ്ക്ക് നാളെ തൊട്ട് എക്സാം തുടങ്ങും. റയ എവിടെ? പുറത്തു പോയാ? നാളെ പോണതിൻ്റെ യാത്ര പറയാണ് ഗൈസ് അവിടെ. അപ്പോൾ ഞങ്ങൾ പോകും നാളെ. ചക്കര അതെ ഇവരുടെ പറയണില്ലേ നീ? നിങ്ങൾക്ക് നാളെ പോയിക്കൂടെ? നിങ്ങളെ നിക്കി നാളെ പോവാ നിങ്ങൾക്ക്. ഒതുക്കാൻ അവിടെ എന്ത് ലുലുമോളൊന്നും അല്ലല്ലോ. ഇവിടത്തെ പോലെ അല്ലേ എവിടെയും അല്ല ഒതുക്കാനൊന്നും ഇല്ലല്ലോ നിങ്ങൾക്ക്. ഇവിടെ നിക്കി നാളെ പോവാ നിങ്ങൾക്ക്. ചക്കരെ കുട്ടിയൊക്കെ നാളെ പോയാലും പിന്നെ 1 മാസം കഴിഞ്ഞേ വരുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ വന്നിട്ട് കാര്യമില്ല, നിങ്ങളിവിടെ നിൽക്കണം ഇല്ലേ ചക്കരെ? ജുമാന നാളെ പോവോ? ഞായറാഴ്ച പോവും. അപ്പൊ എല്ലാരും പെരുന്നാൾ കഴിഞ്ഞിട്ട് വീണ്ടും തിരികെ സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കൊക്കെ വീണ്ടും അടയ്ക്കണില്ലേ? അപ്പോൾ വീണ്ടും വന്നാൽ മതി.
അവര് പറയണത് അവർക്ക് വെക്കേഷൻ വന്നപ്പോ ചക്കരത്ത് ആദ്യം പോണെന്നാണ്. എന്നാലും ചക്കര പണി ചെയ്തോ, അടുത്ത നാളത്തേക്ക് പോകാനൊക്കെ ഒരുക്കിക്കോ, നോക്കിക്കോ. അതാ പറഞ്ഞു നിങ്ങൾ ഇവിടെ നിൽക്കുക, അതാകുമ്പോ കുട്ടി നീക്കുമ്പോ ആരെയൊക്കെ ഉണ്ടാവും. പോണെങ്കിൽ പോട്ട്, നിർബന്ധിക്കൂല ആരെയും. നിക്കണമെങ്കിൽ നിൽക്കുക, പോണെങ്കിൽ പോവാ, അത്രേ ഉള്ളൂ. ഓരോരുത്തർക്കും ഓരോ ആവശ്യങ്ങളാണ്, ഓരോ കാര്യങ്ങളാണ്. നിങ്ങൾ നിൽക്കണമെങ്കിൽ നിൽക്കി, പോണെങ്കിൽ പോയിക്കോ, നിൽക്കണമെങ്കിൽ ഇന്നോ. അവർക്ക് ഞാൻ പറഞ്ഞ ഓരോരുത്തർക്കും ഓരോ ആവശ്യങ്ങളാണ്. അപ്പോൾ എന്തായാലും കേസ് നമ്മുടെ പെരുന്നാൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി പാലക്കാട് പോകുന്ന വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ നമ്മൾ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ 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 ബൈ.